വളരെ നാമമാത്രമായ വോട്ടുകൾക്കാണ് 10-16 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എം പി ആവാതിരുന്നത്. അല്ലെങ്കിൽ അത് എം പി ആയനെ മന്ത്രിയായനെ. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം കൂടെ വന്ന് സംസ്ഥാന BJPയുടെ പ്രസിഡന്റായി. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉർവശി ശാവ് ഉപകാരമായെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല ഒരു സ്ലോഗൻ. എന്തായാലും സംഭവിച്ചില്ല. അത് സംഭവിച്ചാൽ അദ്ദേഹം മന്ത്രിയായനെ. പക്ഷേ അതിന് പകരം അദ്ദേഹം ഇവിടെ സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റായി കുറച്ചുകൂടി അദ്ദേഹം ഒരു പൊളിറ്റിക്കലായി സ്റ്റേറ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ BJPയുടെ സംഘടനാ പാഠവത്തെ കൈകാര്യം വേറൊരു മിഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടി. അതൊരു വലിയൊരു മിഷനാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മിഷൻ കിട്ടി. അപ്പോൾ അതുമായി നിൽക്കുമ്പോഴാണ് പുതിയ ചർച്ചകൾ വരുന്നു. തിരുവനന്തപുരത്ത് ആരൊക്കെ മത്സരിക്കും, ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമസഭാ മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കും. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന വാർത്ത, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഫോൾഡറുകളിലുള്ള ചർച്ച, പൊളിറ്റിക്കൽ സ്ഫിയറിലുള്ള ചർച്ച, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമോ? കാരണം നേമത്ത് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ശിവൻകുട്ടി ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയ കാൻഡിഡേറ്റ് ആയിരിക്കും അവിടെ വരാൻ പോകുന്ന CPM-ന്. തീർച്ചയായിട്ടും അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ പാർട്ടിക്കാരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യണം. അതാണ് ഒരു പ്രധാന പ്രശ്നം. പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വോട്ട് കുറഞ്ഞപ്പോൾ 16,000 വോട്ടാണ് എതിരാളി ശശി തരൂർ കൊണ്ടുപോയത്. ജയിച്ചത്. അതിൽ 16,000-ൽ ഒരു 8,000 വോട്ട് മറിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ 8,001 വോട്ട് മറിച്ചാൽ മതിയല്ലോ. തീർച്ചയായിട്ടും സമാസമം വന്ന്, അല്ലെങ്കിൽ അതിന് പിന്നെ 2,500, 8,020, 8,900 അല്ലെങ്കിൽ അങ്ങനെ ഒരു 9,000 വോട്ട് മറിക്കാൻ പറ്റിയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല. പക്ഷേ വേറൊരു വോട്ടിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിനകത്തും വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് ഒരു ഹിന്ദു ബെൽറ്റിൽ കുറേ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കുറഞ്ഞു. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. അതേസമയം ക്രിസ്ത്യൻ ബെൽറ്റിലല്ല കുറഞ്ഞത്, അവിടെയും കുറഞ്ഞു. എന്നാലും അവിടെ തരാതരം നിന്നു. കൂടുതലും നല്ലൊരു ഇടിവ് തിരുവനന്തപുരം ഹിന്ദു ബെൽറ്റിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ BJP കാണേണ്ട വിഷയങ്ങളാണ്. എന്തായാലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ അത്ഭുതമില്ല. മത്സരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയത്തില്ല. കാരണം അത് സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ മിഷൻ പൂർത്തിയായിട്ടില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 10 മാസത്തിനകത്ത് അദ്ദേഹം മത്സരിച്ചും കൊണ്ട് വീണ്ടും സ്റ്റേറ്റ് പ്രസിഡന്റായി തുടരുമോ അതോ മത്സരിക്കില്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല. എന്തായാലും അങ്ങനെ ഒരു ചർച്ച എയറിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും നേമത്ത് സ്ഥാനാർത്ഥി എന്നുള്ളൊരു ചർച്ചയുണ്ട്. എന്തായാലും നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുള്ള കാൻഡിഡേറ്റാണ് അദ്ദേഹം. ഈ ക്രൗഡ് പുള്ളറാണ്, പിന്നെ അതുപോലെ മാസിന് ഇഷ്ടമുള്ളതാണ്, പ്രത്യേകിച്ച് യൂത്തിനുമൊക്കെ വലിയ ഇഷ്ടമുള്ള നേതാവാണ്. അപ്പോൾ നമുക്ക് നോക്കാം രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമോ, അങ്ങനെ മത്സരിക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് വീണ്ടും തുടരുമോ, അങ്ങനെയുള്ള. കാരണം BJP ആണ്, അവർ ഓരോ മിഷനുകളും എടുക്കുമ്പോൾ അതിനുള്ള സ്ട്രാറ്റജികളാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആ ഓരോ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും കൃത്യമായി നമുക്ക് നോക്കാം. മുരളീധരൻ ഇനിയിപ്പോൾ ഉണ്ട്, ഇവിടെ മത്സരിക്കാൻ തിരുവനന്തപുരത്തുണ്ട്. S. സുരേഷ് ഉണ്ട്, VV രാജേഷ് ഉണ്ട്. അങ്ങനെ പ്രമുഖരായ നേതാക്കൾ ഒരുപാടുണ്ട് തിരുവനന്തപുരത്ത്. കുമ്മനം രാജശേഖരനുണ്ട്. അപ്പോൾ ഇത്തരം പേരൊക്കെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്, പിന്നെ കരമന ജയനുണ്ട്, അങ്ങനെ പലരും വലിയ വലിയ നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്. ആ സാഹചര്യത്തിൽ നേമത്ത് ഇവർ മത്സരിക്കുമോ? പിന്നെ നേമത്ത് നിന്നൊരു ആശാനാഥ് ഉയർന്നു വരുന്നുണ്ട്. ഒരു നല്ല കൗൺസിലറായിട്ട് വളരെയധികം പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. പിന്നെ ഒരു ഗോപൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല നേതാക്കളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നിൽക്കുക, ആര് മത്സരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയത്തില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് ഒന്നാമതായി എയറിൽ നിൽക്കുന്നത്.